ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ആ റെസിപ്പിയുടെ ഫുൾ വീഡിയോ ആണിത്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടാണ്. ഇത് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഏകദേശം 3 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള അളവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ചിക്കൻ ഉള്ളത് അതിന് മെഷർ ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വ്യത്യാസപ്പെടുത്തി എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക. അതിനുശേഷം ഒരു മുട്ട നമുക്കതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട ചേർക്കുന്നത് നമ്മുടെ ചിക്കന് നല്ല രീതിയിൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു അളവ് പറയുന്നില്ല, നമ്മുടെ ഉപ്പിൻ്റെ പാകം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂണോളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി യൂസ് ചെയ്യാം. നമ്മുടെ മസാലയ്ക്ക് ഒരു സ്റ്റിക്കി ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൈദപ്പൊടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിനാഗിരി എടുത്തിട്ട് നമ്മുടെ പൊടികൾക്കനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം കറിവേപ്പില കുറച്ച് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ശേഷം ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഏകദേശം അരമണിക്കൂറിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ അടുപ്പത്താണ് വറക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അടുപ്പത്ത് വറക്കുന്നതിൻ്റെ കാരണം ചട്ടി നല്ല ചൂടായിട്ടുണ്ടാവണം. അതിൽ നമ്മൾ ഒഴിക്കുന്ന എണ്ണയും നല്ല രീതിയിൽ ചൂടായി പദം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചിക്കൻ ഇടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ചിലപ്പോൾ അതിൻ്റെ കോട്ടിങ് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ചിക്കൻ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ചിക്കൻ വറക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ഗ്രേവി തയ്യാറാക്കാം. ആദ്യം തന്നെ ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 വറ്റൽമുളകോളം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചിക്കൻ കൊണ്ടാട്ടം ഫൈനലായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കും. ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച കളർ പോവാതെ തന്നെ വേഗം കോരിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ഇനി നമ്മൾ ആ കോരി മാറ്റി വെച്ച എണ്ണയിലേക്ക് 2 ചുവന്നമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊരു വിധം ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഞാനിവിടെ 3 kg ചിക്കന് 1/2 കിലോളം ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളിയാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊതുവേ നമുക്ക് ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ചെറിയുള്ളി നന്നാക്കി വെക്കുന്നതാണ് ഉത്തമം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റി വയ്ക്കുക. എണ്ണ കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അത് നല്ല രീതിയിൽ വഴണ്ട് ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ലേശം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും ഉപ്പും ചേർത്തിട്ട്
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എനിക്കത് അത്ര തന്നെ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാൻ ഉപയോഗിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക. അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സിങ്ങിന് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ആ ഒരു മസാല ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിന് മുൻപേ ഞാൻ ഒരു 10 ചുവന്ന മുളക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫൈൻ പൗഡർ ആവരുത്. ആ ക്രഷ് ചെയ്ത ചില്ലി ഫ്ലേക്സ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് മിക്സാക്കുക. അങ്ങനെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലും അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് വേറൊരു ഫാക്ടറാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെച്ച ചുവന്നമുളകും കറിവേപ്പിലയും പച്ചമുളകും വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. താങ്ക് യു.